ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുന്നത് 10ാം ക്ലാസ്സിലെ 1ാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊരു ചെറിയ സ്റ്റോറിയാണ്. അതിൻ്റെ പേര് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയാൻ ട്രീ എന്നാണ്. ഇത് എഴുതിയിരിക്കുന്നത് റസ്കിൻ ബോണ്ടാണ്. റസ്കിൻ ബോണ്ടിനെ കുറിച്ച് പറയുമ്പം 1934 ഒരു ബ്രിട്ടീഷ് പൗരൻ്റെ മകനായി ഇന്ത്യയിൽ ജനിച്ച വ്യക്തിയാണ് റസ്കിൻ ബോണ്ട്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം വളരെ നല്ല കുട്ടിക്കാലമൊന്നും ആയിരുന്നില്ല. 10 വയസ്സുള്ളപ്പം മലേറിയ ബാധിച്ച അച്ഛൻ മരിച്ചു. അതിനുശേഷം അമ്മ വേറെ കല്യാണം കഴിച്ചു. അമ്മയും സ്റ്റെപ്പ് ഫാദറും കൂടി റസ്കിൻ ബോണ്ടിനെയും കൊണ്ട് UK പോയി. പക്ഷെ അവന് അവിടെ കുറേ കാലം നിൽക്കാനൊന്നും പറ്റിയില്ല. 2 വർഷം കഴിഞ്ഞപ്പോഴത്തേനും തിരിച്ചവൻ ഇന്ത്യയിലോട്ട് തന്നെ വന്നു. എന്നിട്ട് അവൻ ചെലവഴിച്ചത് ഇന്ത്യയിലെ ഹിമാലയത്തിനടുത്തുള്ള ഡെറാഡൂൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. അന്ന് അതിൻ്റെ പേര് ഡെറ എന്നായിരുന്നു. അപ്പം ഈ സ്റ്റോറിയിൽ നമുക്ക് കാണാം ഡെറ എന്ന് പറയുന്ന സ്ഥലത്തെ പറ്റി അവൻ പറയുന്നത്. റസ്കിൻ ബോണ്ട് പിന്നെ വലുതായി സ്റ്റോറീസൊക്കെ എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് ഓഫ് ദ കഥകളിലും ഇന്ത്യയിലെയും ഡെറാഡൂണിലെ അവൻ ജീവിച്ചിരുന്ന വില്ലേജിലേക്ക് ഓർമ്മകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് സ്റ്റോറീസ് എഴുതിയിട്ടുള്ളത്. ഈ കഥയും അത്തരത്തിലുള്ള ഒന്ന് തന്നെയാണ്. നേച്ചർ ഈസ് ഫോർ ഓൾ ലിവിങ് ബീയിങ്സ്. പ്രകൃതി എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. മാൻ ഷുഡ് ലിവ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ. ഹാർമണി എന്ന് പറഞ്ഞാൽ ഐക്യത്തോടെ. മനുഷ്യനെ എപ്പോഴും പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് ഐക്യപ്പെട്ട് ജീവിക്കണം. ബീയിങ് വൺ വിത്ത് നേച്ചർ ഈസ് ഓൾവേസ് മെസ്മറൈസിങ്. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുക, അല്ലെങ്കിൽ പ്രകൃതിയിൽ ഒരാളായി നമ്മളും ജീവിക്കുക എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ മനം കവരുന്നൊരു സംഗതിയാണ്. ഹാവ് യു എവർ ഗോട്ട് എ ചാൻസ് ടു സ്പെൻഡ് യുവർ ലെഷർ ടൈം വിത്ത് നേച്ചർ? നിങ്ങൾക്ക് എപ്പോഴേലും പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് ജീവിക്കാൻ സമയം കണ്ടെത്തിയിട്ടുണ്ടോ? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. Let us read how a boy experienced and blended with the essence of nature. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു ബോയ് അവൻ്റെ വെക്കേഷൻ പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് ജീവിക്കുന്നതെന്ന് നോക്കാം. Though the house and grounds of our home in India were grandfather's domain, the magnificent old banyan tree was mine. ഇന്ത്യയിലെ ഞങ്ങളുടെ ഹൗസും അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളുമെല്ലാം ആരുടെ ഡൊമെയിനിലായിരുന്നു? ഗ്രാൻഡ് ഫാദറിൻ്റെ ഡൊമെയിനിൽ, ഗ്രാൻഡ് ഫാദറിൻ്റെ അധികാര പരിധിയിലായിരുന്നുവെങ്കിലും അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ ബനിയൻ ട്രീ, ആൽമരം, അതെൻ്റേതായിരുന്നു. ചീഫ്ലി ബിക്കോസ് ഗ്രാൻഡ് ഫാദർ അറ്റ് ദ ഏജ് ഓഫ് 65 കുഡ് നോ ലോങ്ങർ ക്ലൈംബ് ഇറ്റ്. എന്തുകൊണ്ടാണ് അത് ഇവൻ്റെയാണെന്ന് പറയാൻ കാരണം? ഗ്രാൻഡ് ഫാദറിന് 65 വയസ്സായിട്ടുണ്ട്. അപ്പോൾ ഗ്രാൻഡ് ഫാദറിന് അതിൻ്റെ മുകളിലൊന്നും കയറാനുള്ള കഴിവൊന്നുമില്ല, ഇപ്പം ശേഷിയില്ല. അതുകൊണ്ടാണ് അത് എൻ്റെയാണെന്ന് പറയുന്നത്. ഗ്രാൻഡ് മദർ യൂസ് ടു ടീസ് ഹിം അബൌട്ട് ദിസ് ആൻഡ് വുഡ് സ്പീക്ക് ഓഫ് എ സർട്ടൻ കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട് ആൻഡ് ഇംഗ്ലീഷ് വുമൺ who lived to the age of 117 and would have lived longer if she hadn't fallen while climbing an apple tree. എന്താണ്? ഗ്രാൻഡ് മദർ എപ്പോഴും ഗ്രാൻഡ് ഫാദറിനെ ടീസ് ചെയ്യും, കളിയാക്കും. എന്തിനെക്കുറിച്ച് പറഞ്ഞിട്ട്? കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട് എന്ന് പറഞ്ഞിട്ട് എഡ്വാർഡ് ഫിറ്റ്സ് ജെറാൾഡ് എന്ന് പറഞ്ഞിട്ടൊരു വുമൻ ഉണ്ടായിരുന്നു. അവർ 117 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട്. എന്നിട്ടും അവർ പിന്നെയും കൂടുതൽ കാലം ജീവിക്കുമായിരുന്നു. എങ്ങനെയാണ് മരിച്ചുപോയത്? ഒരു ആപ്പിൾ ട്രീന്ന് താഴെ വീണിട്ടാണ് മരിച്ചുപോയത്. അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഈ ഗ്രാൻഡ് ഫാദറിനെ എപ്പോഴും അമ്മ കളിയാക്കുമായിരുന്നു. The spreading branches of the banyan tree which curved to the ground and took root again, forming a maze of arches, gave me endless pleasure. എങ്ങനെയാണ്? ബനിയാൻ ട്രീന്ന് വീണ്ടും കുറേ റൂട്ട്സൊക്കെ താഴോട്ട് വന്നിട്ട് അത് അവിടെ നിന്നും വളർന്ന് കമാനാകൃതിയിൽ ഇങ്ങനെ ആയിട്ടുണ്ട്. അതൊക്കെ എനിക്ക് എൻഡ്ലെസ് പ്ലഷറാണ്, വളരെയധികം ആഹ്ലാദമാണ് നൽകിയിരുന്നത്. ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്, ഓൾഡർ ദാൻ ദ ഗ്രാൻഡ് ഫാദർ, ആസ് ഓൾഡ് ആസ് ദ ടൗൺ ഓഫ് ഡെറ, നെസ്ലിംഗ് ഇൻ എ വാലി അറ്റ് ദ ഫൂട്ട് ഓഫ് ദ ഹിമാലയാസ്. ആ ട്രീ എങ്ങനെയാണ്? ഓൾഡർ ദാൻ ദ ഹൗസ്, അവൻ നിൽക്കുന്ന വീടിനേക്കാളും വയസ്സായതാണ്. ആൻഡ് ഓൾഡർ ദാൻ ദ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് ഫാദറിനേക്കാളും പഴക്കമുണ്ട് അതിന്. ആസ് ഓൾഡ് ആസ് ദ ടൗൺ ഓഫ് ഡെറ. ഈ കഥ നടക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഇപ്പം നമ്മൾ അറിയപ്പെടുന്ന ഡെറാഡൂണിലാണ്. അന്ന് അതിൻ്റെ പേര് ഡെറ എന്നായിരുന്നു. നെസ്ലിംഗ് ഇൻ എ വാലി അറ്റ് ദ ഫൂട്ട് ഓഫ് ഹിമാലയാസ്. ഹിമാലയത്തിൻ്റെ താഴ്ഭാഗത്ത് ഉള്ള ഒരു പക്ഷിക്കുഞ്ഞു പോലെയാണ് എന്ത് കാണപ്പെട്ടിരുന്നത്? ഈ ആൽമരം കാണപ്പെട്ടിരുന്നത്. മൈ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫെമിലിയർ വാസ് എ സ്മോൾ ഗ്രേ സ്ക്വറൽ. എനിക്ക് പരിചിതമായിട്ടുള്ള എൻ്റെ അവിടുത്തെ ഫസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരു ഗ്രേ സ്ക്വറലാണ്. Arching his back and sniffing into the air, he seemed at first to resent my invasion of his privacy. ഇൻവേഷൻ എന്ന് പറഞ്ഞാൽ കടന്നു കയറ്റം. അതിൻ്റെ സ്വകാര്യതയിൽ നമ്മൾ കടന്നു കയറുമ്പം അത് പ്രതികരിക്കുമല്ലോ.
അപ്പോൾ അതിൻ്റെ സ്വകാര്യതയിൽ കടന്നു കയറുന്നത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ മുതുകിങ്ങനെ വളച്ചിട്ട് എയർ ഇങ്ങനെ വായു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തു വിടുമായിരുന്നു. അങ്ങനത്തെ ഒരു ശബ്ദം ഉണ്ടാക്കുമായിരുന്നു. ബട്ട് വെൻ ഹി ഫൗണ്ട് ദാറ്റ് ഐ ഡിഡ് നോട്ട് ആം മൈസെൽഫ് വിത്ത് എ കറ്റാപ്പുൾട്ട് ഓർ എയർ ഗൺ ഹി ബിക്കെയിം ഫ്രണ്ട്ലിയർ. പിന്നെ അതിനെന്ത് മനസ്സിലായി, കുറച്ചും കൂടെ കഴിഞ്ഞപ്പം എൻ്റെ കയ്യിൽ കറ്റാപ്പുൾട്ട് എന്ന് പറഞ്ഞാൽ തെറ്റാലിയോ എയർ ഗണ്ണോ ഒന്നും കാണാതിരുന്നപ്പം ഇവൻ ആൾ വലിയ മോശമൊന്നുമില്ല, സൗഹാർദ്ദപരമാവാം എന്നൊക്കെ തോന്നി. And when I started leaving him pieces of cake and biscuit, he grew bolder and finally became familiar enough to take food from my hands. അങ്ങനെ ഞാൻ കേക്കും ബിസ്ക്കറ്റും ഒക്കെ കൊടുത്തു തുടങ്ങിയപ്പോൾ എന്തായി, കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അവൻ ബോൾഡറായി, ധൈര്യവാനായി. ആൻഡ് ഫൈനലി ഏതുവരെ എത്തി, എൻ്റെ കയ്യിൽ നിന്നും ഭക്ഷണം എടുക്കുന്ന അത്രയും ആഴത്തിലോട്ട് ഞങ്ങളുടെ സൗഹൃദം വളർന്നു. ബിഫോർ ലോങ് he was delving into my pockets and helping himself to whatever he could find. എന്താണ്, അധികം വൈകാതെ തന്നെ അവൻ എൻ്റെ പോക്കറ്റിലൊക്കെ കൈയിട്ട് അവന് വേണ്ടതൊക്കെ എടുത്തിട്ട് പോകുമായിരുന്നു. He was a very young squirrel and his friends and relatives probably thought him headstrong and foolish for trusting a human. അവൻ വളരെ യങ് ആയിട്ടുള്ളൊരു സ്ക്വിറലായിരുന്നു. അവൻ്റെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ ഒരു പക്ഷേ എന്ത് ചിന്തിക്കുന്നുണ്ടാവണം, ഒരു മനുഷ്യനെ ഇത്രയും ട്രസ്റ്റ് ചെയ്യുന്നതിൽ, ഇത്രയും വിശ്വസിക്കുന്നതിന് അവനെ ചിലപ്പോൾ ഇത്രയും വിഡ്ഢിയാണല്ലോ നീ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ചിലവരെന്ത് ചിന്തിക്കുന്നുണ്ടാവും, ഹെഡ് സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ധൈര്യവാൻ, ഇത്രയും ധൈര്യവാനാണോ നീ എന്നും ചിന്തിക്കുന്നുണ്ടാവും. In the spring, when the banyan tree was full of small red figs, birds of all kinds would flock into its branches. The red-bottomed bulbul, cheerful and greedy, gossiping rosy pastures, and parrots and crows, squabbling with each other all the time. സ്പ്രിംഗ് സീസൺ ആകുമ്പോൾ, വസന്തകാലമാകുമ്പം ബനിയാൻ ട്രീയിൽ ഫിഗ്സ് ഉണ്ടാവും, കായകളുണ്ടാവും. അത് കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ ബേർഡ്സ്, പലതരത്തിലുള്ള ബേർഡ്സ് അങ്ങോട്ട് ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ കൂട്ടമായി വരുന്നതിനാണ് ഫ്ലോക്ക് എന്ന് പറയുക. കൂട്ടമായി വന്ന് അതിൽ താമസിക്കാറുണ്ട്. ആരൊക്കെയാണ് വരാറുള്ളത്? റെഡ് ബോട്ടംഡ് ബുൾബുൾ, നമ്മുടെ വയറ് ഭാഗത്ത് റെഡ് കളറുള്ള ബുൾബുൾ പക്ഷി വരാറുണ്ട്. മൈനയെ പോലത്തെ പക്ഷിയാണ്. ഗ്രീഡി, ചെയർഫുൾ ആൻഡ് ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ്. ചെയർഫുൾ വളരെ എനർജറ്റിക് ആയിട്ടുള്ള, ഗ്രീഡി അത്യാർത്തി കാണിക്കുന്ന, ഗോസിപ്പിംഗ് എന്ന് പറഞ്ഞാൽ കലവില കൂട്ടുന്ന റോസി പാസ്റ്റേഴ്സ് വരാറുണ്ട്. പാരറ്റ്സ് തത്ത വരാറുണ്ട്. ക്രോസ് കാക്കകൾ വരാറുണ്ട്. ഇവരൊക്കെ സ്ക്വാബ്ലിംഗ് വിത്ത് ഈച്ച് അതർ ഓൾ ദ ടൈം. സ്ക്വാബ്ലിംഗ് എന്ന് പറഞ്ഞാൽ വഴക്ക് കൂടുക. അവരെല്ലാ സമയത്തും അതിലിങ്ങനെ ശബ്ദം ഉണ്ടാക്കിയിട്ട് വഴക്ക് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഡ്യൂറിങ് ദ ഫിഗ് സീസൺ ദ ബനിയാൻ ട്രീ വാസ് ദ നോയ്സസ്റ്റ് പ്ലേസ് ഓൺ ദ റോഡ്. ആ ഭാഗത്ത് വസന്തകാലത്ത് നോക്കുമ്പോൾ, ഈ സീസണിൽ നോക്കുമ്പം ബനിയാൻ ട്രീ ആണ് ഏറ്റവും ബഹളമുള്ള സ്ഥലം. Halfway up the tree, I had built a small platform on which I would often spend the afternoons when it was not too hot. Halfway up the tree, ആ ട്രീയുടെ ഏകദേശം പകുതിയോളമായിട്ട് ഇവനൊരു സ്മോൾ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഓൺ വിച്ച് ഐ വുഡ് സ്പെൻഡ് ദ ആഫ്റ്റർനൂൺ വെൻ ഇറ്റ് വാസ് നോട്ട് ടു ഹോട്ട്. അങ്ങനെ ഭയങ്കര ചൂടൊന്നുമില്ലാത്ത ആഫ്റ്റർനൂൺസിൽ ഞാൻ അവിടെ ചിലവഴിക്കാറുണ്ട്. I could read there, propping myself against the bole of the tree with cushions taken from the drawing room. ഞാൻ ഡ്രോയിങ് റൂമിൽ നിന്ന് എടുത്തിട്ടുള്ള കുഷ്യനും കൊണ്ട് അവിടെ പോയിട്ട് അത് മരത്തിൽ വെച്ചിട്ട് അതിൽ പ്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ചാരി ഇരുന്നിട്ട് ഞാൻ അവിടെ ഇരുന്നിട്ട് വായിക്കാറുണ്ട്. ട്രഷർ ഐലൻഡ്, ഹക്കിൾബറി ഫിൻ, ദ മൗഗ്ലി സ്റ്റോറീസ്, നോവൽസ് ഓഫ് എഡ്ഗർ റൈസ് ബറോ, ലൂയിസ മേ ആൽക്കോട്ട് മെയ്ഡ് മൈ ബാഗ് ഓഫ് വെരി മിക്സഡ് റീഡിങ്. എന്തൊക്കെയാണ്? ട്രഷർ ഐലൻഡ്, മൗഗ്ലി സ്റ്റോറീസ്, ഹക്കിൾബറി ഫിൻ തുടങ്ങിയ കഥകളൊക്കെയാണ് അവൻ വായിക്കാറുണ്ടായിരുന്നത്. When I did not feel like reading, I could look down through the banyan tree leaves at the world below, at grandmother hanging up or taking down the washing, at the cook quarreling with the fruit vendor, or at grandfather grumbling at the hardy Indian marigolds which insisted on springing up all over its very English garden. Usually nothing very exciting happened while I was in the banyan tree. എന്തൊക്കെയാണ്? ഇവൻ മോളിൽ നിന്ന് താഴത്തോട്ട് നോക്കുമ്പോൾ എന്തൊക്കെയാണ് കാണാറുള്ളത്? ഗ്രാൻഡ് മദർ ഒന്നില്ലെങ്കിൽ വാഷ് ചെയ്ത തുണികൾ തൂക്കിയിടുന്നുണ്ടാവും, അല്ലെങ്കിൽ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് തുണികൾ എടുക്കുന്നുണ്ടാവും. കുക്ക്, ഫ്രൂട്ട് വെൻഡർ പഴക്കാരനോട് വഴക്ക് കൂടുന്നുണ്ടാവും, വഴക്ക് കൂടുന്നുണ്ടാവും. When I did not like reading, I could look down through the banyan tree leaves at the world below it.
എനിക്ക് വായിക്കാനൊന്നും തോന്നാത്ത സമയത്ത് ഞാൻ ആ ട്രീയുടെ ലീവ്സിലൂടെ താഴത്തോട്ടുള്ള ലോകത്തെ ഇങ്ങനെ നോക്കാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് കാണാറുള്ളത്? ഗ്രാൻഡ് മദർ ഹാങ്ങിങ് അപ്പ് ഓർ ടേക്കിംഗ് ഡൗൺ ദ വാഷിംഗ്. ഒന്നുമില്ലെങ്കിൽ ഗ്രാൻഡ് മദർ വാഷ് ചെയ്ത ക്ലോത്ത്സ് തൂക്കിയിടുന്നുണ്ടാവും, അല്ലെങ്കിൽ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോത്ത്സ് എടുക്കുന്നുണ്ടാവും. അറ്റ് ദ കുക്ക് ക്വാറലിംഗ് വിത്ത് ഫ്രൂട്ട് വെൻഡർ. കുക്ക് വഴക്ക് കൂടുന്നുണ്ടാവും ഫ്രൂട്ട് വെൻഡറുമായിട്ട്, പഴക്കാരനുമായിട്ട്. അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ ഗ്രംബ്ലിംഗ് അറ്റ് ദ ഹാർഡി ഇന്ത്യൻ മാരിഗോൾഡ്സ് വിച്ച് ഇൻസിസ്റ്റഡ് ഓൺ സ്പ്രിങ്ങിങ് അപ്പ് ഓൾ ഓവർ ഹിസ് വെരി ഇംഗ്ലീഷ് ഗാർഡൻ. ഗ്രാൻഡ് ഫാദറിനൊരു ഇംഗ്ലീഷ് ഗാർഡൻ ഉണ്ട്. അപ്പോൾ ഈ ഇംഗ്ലീഷ് ഗാർഡനിൽ വളരുന്ന നമ്മുടെ ഇന്ത്യയിലെ മാരിഗോൾഡ് വള്ളികളെയൊക്കെ അയാൾ മുറുമുറുപ്പോടെ, ഗ്രംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ മുറുമുറുപ്പോടെ എടുത്ത് വലിച്ചു കളയുന്നുണ്ടാവും. ഇതൊക്കെയാണ് സാധാരണ അവൻ കാണാറുള്ളത്. യൂഷ്വലി നത്തിങ് വെരി എക്സൈറ്റിംഗ് ഹാപ്പൻഡ്. സാധാരണ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള, ആവേശം കൊള്ളിക്കുന്ന ഒന്നും സംഭവിക്കാറില്ല. ബട്ട് ഓൺ വൺ പർട്ടിക്കുലർ ആഫ്റ്റർനൂൺ ഐ ഹാഡ് ഇനഫ് എക്സൈറ്റ്മെൻറ്റ് ടു ലാസ്റ്റ് മീ ത്രൂ ദ സമ്മർ. ഒരു പ്രത്യേക വൈകുന്നേരത്ത് എന്നെ സമ്മറോളം, ആ സമ്മർ വെക്കേഷൻ മുഴുവൻ നിർത്താൻ ശേഷിയുള്ള അത്രയും ആവേശകരമായൊരു സംഭവം സംഭവിച്ചു. അതെന്താണെന്ന് നോക്കാം. That was the time I saw a mongoose and a cobra fight to death in the garden while I sat directly above them in the banyan tree. എന്താ സംഭവിച്ചത്? അവൻ ബനിയാൻ ട്രീയുടെ മുകളിലിരിക്കുമ്പോൾ താഴെ ഒരു മംഗൂസും ഒരു കീരിയും ഒരു കോബ്രയും ഒരു മൂർഖനും തമ്മിൽ ഫൈറ്റ് ടു ഡെത്ത്, ഘോര യുദ്ധം നടക്കുന്നുണ്ട്. അവൻ നേരെ മുകളിലാണ് ഇരിക്കുന്നത്. ഇറ്റ് വാസ് ആൻ ഏപ്രിൽ ആഫ്റ്റർനൂൺ. അതൊരു ഏപ്രിൽ ആഫ്റ്റർനൂണിലാണ്. അപ്പം ചൂടൊക്കെ ഉണ്ടാവും. At the warm breezes of approaching summer had sent everyone, including grandfather, indoors. എന്താണ്, ഉച്ചനേരങ്ങളിലുള്ള വാം ബ്രീസസ്, ചൂടുള്ള കാറ്റ് ഗ്രാൻഡ് ഫാദറിനെയും ബാക്കിയുള്ള എല്ലാ അംഗങ്ങളെയും വീടിൻ്റെ അകത്താക്കി. അവർ വീടിൻ്റെ അകത്താണ് ഇരിക്കുന്നത്, കാരണം പുറത്ത് ഭയങ്കര ചൂടാണല്ലോ. ഐ വാസ് ഫീലിംഗ് ഡ്രൗസി മൈസെൽഫ്. എനിക്കും ഭയങ്കരമായിട്ട് മയക്കമൊക്കെ അനുഭവപ്പെട്ടു. ഡ്രൗസി എന്ന് പറഞ്ഞാൽ മയക്കം. ആൻഡ് ഐ വാസ് വണ്ടറിങ് ഇഫ് ഐ ഷുഡ് ഗോ ടു ദ പോണ്ട് ബിഹൈൻഡ് ദ ഹൗസ് ഫോർ എ സ്വിങ്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്, വീടിൻ്റെ പുറകുവശത്തുള്ള പോണ്ടിൽ, കുളത്തിലൊന്ന് പോയി നീന്തിയൊക്കെ വന്നാലോ എന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാണ് when I saw a huge black cobra gliding out of a clump of cactus and making for some cooler part of the garden. അപ്പോൾ കാക്ടസ് എന്ന് പറഞ്ഞാൽ കള്ളിമുൾച്ചെടി. കള്ളിമുൾച്ചെടിയുടെ ഇടയിലൂടെ പാമ്പിങ്ങനെ വന്നിട്ട്, മൂർഖൻ, വലിയ മൂർഖൻ വന്നിട്ട് അത് ഗാർഡൻ്റെ തണുപ്പുള്ള ഭാഗത്തേട്ട് പോകുന്നത് കണ്ടു. At the same time, a mongoose, whom I had often seen, emerged from the bushes and went straight for the cobra. അതേ സമയം തന്നെ അവിടെ ആരുണ്ടായിരുന്നു? ഒരു മംഗൂസ്, കീരി അവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതാണ്. അതും അവിടുന്ന് കുറ്റിച്ചെടിയുടെ ഇടയിൽ നിന്ന് വന്നിട്ട് കോബ്രയുടെ നേരെ പോയി. In a clearing beneath the tree, in bright sunshine, they came face to face. ബനിയാൻ ട്രീയുടെ അടിയിലെത്തിയപ്പം അവർ മുഖാമുഖം വന്നു. Cobra knew only too well that the grey mongoose, 3 feet long, was a superb fighter, clever and aggressive. കോബ്രയ്ക്ക് ഒരു കാര്യം അറിയാം. എന്താണ്? ഈ 3 അടി നീളമുള്ള കീരി എന്ന് പറയുന്നത് ഒരു സൂപ്പർബ് ഫൈറ്ററാണ്, ഒരു നല്ല പോരാളിയാണ്, പിന്നെയോ ക്ലെവറാണ്, സമർത്ഥനാണ്, ആൻഡ് അഗ്രസീവ്, ആക്രമണകാരിയുമാണ്. കോബ്ര മോശക്കാരനാണോ? കോബ്ര വാസ് സ്കിൽഫുൾ ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ ടു. കോബ്രയും നല്ല കഴിവുള്ള, അനുഭവ സമ്പത്തുള്ള ഫൈറ്റർ തന്നെയാണ്. He could move swiftly and strike with the speed of light, and the sacs behind his long sharp fangs were full of deadly venom. കോബ്ര എങ്ങനെയാണ്? He could move swiftly എന്ന് പറഞ്ഞാൽ ഭയങ്കര വേഗത്തിൽ, ആൻഡ് സ്ട്രൈക്ക് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്, പ്രകാശവേഗം എന്ന് പറയുന്നത് ഭയങ്കര സ്പീഡാണ്. അപ്പോൾ അത്രയും സ്പീഡിൽ അതിന് കൊത്താനുള്ള ശേഷിയുണ്ട്. ആൻഡ് ദ സാക്സ് ബിഹൈൻഡ് ഹിസ് ലോങ് ഷാർപ്പ് ഫാങ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പല്ലുകൾ, വിഷപ്പല്ലുകൾ, അതിൻ്റെ പിന്നിൽ ഒരു സാക്ക് ഉണ്ട്, ഒരു സഞ്ചിയുണ്ട്. അത് നിറച്ചും എന്താണ്? ഡെഡ്ലി വെനം, വളരെ നമ്മളെയൊക്കെ കൊല്ലാൻ ശേഷിയുള്ള വിഷമാണ്. ഇറ്റ് വാസ് ടു ബി എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും വളരെ ശക്തരായതുകൊണ്ട് ഇതെന്ന് പറയുന്ന ഒരു ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസിൻ്റെ യുദ്ധമായിട്ട് നമുക്ക് കണക്കാക്കാം. ഹിസ്സിങ് ഡിഫിയൻസ്, ഹിസ് ഫോർക്ക്ഡ് ടങ് ഡാർട്ടിങ് ഇൻ ആൻഡ് ഔട്ട്, the cobra raised 3 of his 6 feet off the ground and spread his broad spectacled hood. എന്ത് സംഭവിച്ചു? ഡിഫിയൻസ് എന്ന് പറഞ്ഞാൽ വിദ്വേഷം,
അപ്പോൾ കീരിയോടുള്ള വിദ്വേഷം, ഹിസ് എന്ന് പറഞ്ഞാൽ പാമ്പ് ഒരു ശബ്ദം ഉണ്ടാക്കില്ലേ, അതാണ് ഹിസ്സിങ് ഡീഫിയൻസ്. അത് വിദ്വേഷം കാണിച്ചുകൊണ്ട് അവനാകെ 6 ഫീറ്റ് 6 അടി നീളാണുള്ളത്. അതിൽ 3 അടിയും ഭൂമിയിൽ നിന്ന് മുകളിലോട്ട് കൊണ്ടുവന്നിട്ട് ആൻഡ് സ്പ്രെഡ് ഹിസ് ബ്രോഡ് ഹുഡ്, അതിൻ്റെ ഹുഡ് എന്ന് പറഞ്ഞാൽ പത്തി ഇങ്ങനെ വിടർത്തിയിട്ട് ആട്ടാൻ തുടങ്ങി. ദ മംഗൂസ് ബുഷ്ഡ് ഹിസ് ടെയിൽ, മംഗൂസിന് എന്താണ്, ടെയിലിൽ നിറച്ച് രോമങ്ങളുണ്ട്, അതിങ്ങനെ ബുഷ്ഡ് കുട്ടിച്ചെടി പോലെയാക്കി. ദ ലോങ് ഹെയർ ഓൺ ഹിസ് സ്പൈൻ സ്റ്റുഡ് അപ്പ്, അതെന്താണ്, അവൻ്റെ മുതുകത്തൊക്കെയുള്ള ലോങ് ഹെയർ ഒക്കെ എണീറ്റ് നിന്നു. ഇൻ ദ പാസ്റ്റ് ദ വെരി തിക്നെസ് ഓഫ് ഹിസ് ഹെയർ ആൻഡ് സേവ്ഡ് ഹിം ഫ്രം ബൈറ്റ്സ് ദാറ്റ് വുഡ് ഹാവ് ബീൻ ഫേറ്റൽ ടു അതേഴ്സ്. മുമ്പ് പല സമയങ്ങളിലും അവൻ്റെ മുതുകത്തുള്ള ഈ രോമങ്ങളൊക്കെ, കട്ടിയുള്ള ഈ രോമങ്ങളൊക്കെ പാമ്പുകളുടെ കടിയിൽ നിന്നും മറ്റു മൃഗങ്ങളുടെ കടിയിൽ നിന്നൊക്കെ അവനെ രക്ഷിച്ചിട്ടുണ്ട്. Though the combatants were unaware of my presence in the banyan tree, they soon became aware of the arrival of 2 other spectators. ആ കോമ്പാറ്റൻസ്, ആ പോരാളികൾ എന്നെ അത്ര ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും അവിടെ വേറെ 2 ഓഡിയൻസ് ഉണ്ടായിരുന്നു അവരുടെ യുദ്ധം കാണാൻ. അവർ ശ്രദ്ധിച്ചു. ആരാണ് അവർ? One was a myna and the other a jungle crow, not the witty urban crow. ഒന്ന് ഒരു മൈനയാണ്, രണ്ടാമത്തെ ജംഗിൾ ക്രോ, കാട്ടിലുള്ള കാക്ക. പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് നോട്ട് ദ അർബൻ വിറ്റി ക്രോ എന്ന്. അർബൻ വിറ്റി ക്രോ എങ്ങനെയാണ്? ബുദ്ധിമാനായ കൗശലക്കാരനായ കാക്ക നമ്മുടെ പണ്ടത്തെ കഥയിൽ കുടത്തിൽ നിന്ന് അടിയിൽ കുറച്ച് വെള്ളം മാത്രമുള്ളപ്പോൾ ദാഹിച്ച് വലഞ്ഞ കാക്ക കല്ലിട്ട് ഉയർത്തിയിട്ട് മുകളിൽ നിന്ന് വെള്ളം കുടിക്കുന്നില്ലേ? ആ കൗശലക്കാരനായ കാക്കയല്ല ഈ കാക്ക എന്ന് പറയുന്നുണ്ട്. അത് അവസാനം നമുക്കത് എന്തുകൊണ്ടാണ് പറയണതെന്ന് നോക്കാം. They had seen these preparations for the battle and had settled on the cactus to watch the outcome. അവർ ഈ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ്, തയ്യാറെടുപ്പുകളെല്ലാം കണ്ടുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഫൈനൽ ഔട്ട്കം, ഫൈനൽ റിസൾട്ട് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ. Had they been content only to watch, all would have been well with both of them. അവരവിടെ സന്തോഷമായിരുന്ന് ഇത് കാണുക മാത്രമായിരുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലതായിരുന്നേനെ. പക്ഷേ എന്തോ സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്കല്ലേ? എന്തായിരിക്കും? The cobra stood on the defensive, swaying slowly from side to side, trying to mesmerize the mongoose into marking a false move. കോബ്ര എന്ത് ചെയ്തു? ഡിഫെൻസീവ്, പ്രതിരോധത്തിന് വേണ്ടിയിട്ട് swaying slowly from side to side, അതിൻ്റെ പത്തി വിടർത്തിയിട്ട് ഇങ്ങനെ 2 സൈഡിലോട്ടും അനക്കാൻ തുടങ്ങി. ട്രൈയിങ് ടു മെസ്മറൈസ് ദ മംഗൂസ്, ആ മംഗൂസിനെ ഇങ്ങനെ മയക്കിയെടുത്തിട്ട് അവനെ തെറ്റിദ്ധരിപ്പിച്ച് മംഗൂസിന് തെറ്റായ മൂവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മംഗൂസ് വേറെ സൈഡിൽ പോകുമ്പോൾ ഇവന് കൊത്താലോ, അതിന് വേണ്ടിയിട്ട്. ബട്ട് ദ മംഗൂസ് ന്യൂ ദ പവർ ഓഫ് ഹിസ് ഒപ്പണൻസ് ഗ്ലാസി അൺവിങ്കിങ് ഐസ് ആൻഡ് റിഫ്യൂസ് ടു മീറ്റ് ദം. പക്ഷെ മംഗൂസിന് അറിയായിരുന്നു ആ പാമ്പിൻ്റെ ഗ്ലാസി, വളരെ മിറർ പോലുള്ള ആൻഡ് അൺവിങ്കിങ് ഐസ്, ഇമ വെട്ടാത്ത കണ്ണുകളുടെ പവർ എന്താണെന്ന് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ അതിലോട്ട് നോക്കിയേയില്ല. ഇൻസ്റ്റഡ്, പകരം, ഹി ഫിക്സ്ഡ് ഹിസ് ഗേസ് അറ്റ് എ പോയിന്റ് ജസ്റ്റ് ബിലോ ദ കോബ്രാസ് ഹുഡ് ആൻഡ് ഓപ്പൺ ദ അറ്റാക്ക്. പകരം കീരി എങ്ങോട്ടാണ് നോക്കിയത്? ആ പാമ്പിൻ്റെ പത്തിയുടെ താഴെയുള്ള ഭാഗത്തോട്ട് സൂക്ഷിച്ച് നോക്കി അവൻ അറ്റാക്ക് തുടങ്ങി. മൂവിങ് ഫോർവേഡ് ക്വിക്ക്ലി until he was just within the cobra's reach, he made a feint to one side. Immediately the cobra struck. കീരി ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കോബ്രയുടെ ആ റീച്ചിലെത്തിയ സമയത്ത് അവൻ മുന്നോട്ടാഞ്ഞു. ആ സമയം തന്നെ എന്ത് ചെയ്തു കോബ്ര ഇവനെ സ്ട്രക്ക് എന്ന് പറഞ്ഞാൽ കൊത്തി. ഹിസ് ഗ്രേറ്റ് ഹുഡ് കെയിം ഡൗൺ സോ സ്വിഫ്റ്റ്ലി ദാറ്റ് ഐ തോട്ട് നത്തിങ് കുഡ് സേവ് ദ മംഗൂസ്. കോബ്രയുടെ ഗ്രേറ്റ് ഹുഡ് പത്തി ഇങ്ങനെ താഴോട്ട് വന്നു, സ്വിഫ്റ്റ്ലി വളരെ വേഗം താഴോട്ട് വന്നു ആൻഡ് സ്ട്രൈക്ക്, കൊത്തുകയാണ് ചെയ്തത്. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു നത്തിങ് കുഡ് സേവ് ദ മംഗൂസ്, ഒന്നിനും നമ്മുടെ കീരിയെ രക്ഷിക്കാനാവില്ല എന്ന് തന്നെയാണ് ഞാൻ ഉറപ്പിച്ചു. ബട്ട് ദ ലിറ്റിൽ ഫെല്ലോ ജംപ്ഡ് നീറ്റ്ലി ടു വൺ സൈഡ്. പക്ഷെ നമ്മുടെ ലിറ്റിൽ ഫെല്ലോ, നമ്മുടെ കീരി വേഗം തന്നെ അപ്പുറത്തെ സൈഡിലോട്ട് ചാടി. ആൻഡ് ഡാർട്ടഡ് ഇൻ ആസ് സ്വിഫ്റ്റ്ലി ആസ് ദ കോബ്രയെ പോലെ തന്നെ വേഗം തന്നെ അവനും മൂവ് ചെയ്തു. ബൈറ്റിംഗ് ദ സ്നേക്ക് ഓൺ ദ ബാക്ക്, എന്നിട്ട് കോബ്രയുടെ ബാക്കിൽ കൊത്തി. ആൻഡ് ഡാർട്ടിങ് അവേ അഗെയിൻ ഔട്ട് ഓഫ് റീച്ച്, എന്നിട്ട് വീണ്ടും അപ്പുറത്തോട്ട് മാറി. ദ മൊമെന്റ് ദ കോബ്ര സ്ട്രക്ക്, ദ ക്രോ ആൻഡ് ദ മൈന ഹേൾഡ് themselves at him only to collide heavily in mid-air. Shrieking at each other, they returned to the cactus plant.
കോബ്രയ്ക്ക് കുത്ത് കിട്ടിയ ആ സമയം തന്നെ ക്രോ ആൻഡ് മൈന ഹേൾഡ്, കോബ്രയും മൈനയും അങ്ങോട്ട് കുതിച്ചു പാഞ്ഞു. കോബ്രയ്ക്ക് കൊത്ത് കിട്ടിയല്ലോ. പക്ഷെ അവരെന്ത് ചെയ്തു, എത്തിയപ്പം അന്തരീക്ഷത്തിൽ അവർ രണ്ടുപേരും കൂടി കൂട്ടിയിടിച്ചു. അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് വേദനിച്ചു. അവർ ഷ്രീക്ക് എന്ന് പറഞ്ഞാൽ വലിയ ശബ്ദം ഉണ്ടാക്കിയിട്ട് തിരിച്ച് അവരുടെ കാക്ടസ് പ്ലാന്റിൽ തന്നെ പോയിരുന്നു. A few drops of blood glistened on the cobra's back. The cobra struck again and missed. അപ്പം കോബ്രേൻ്റെ മുകളിൽ കൊത്തിയപ്പം അതിന് ബ്ലഡ് വന്നിട്ടുണ്ടാവും. ആ ബ്ലഡ് ഗ്ലിസൻഡ്, സൂര്യപ്രകാശം ഉണ്ടല്ലോ മുകളിൽ, അപ്പോൾ അതിലിങ്ങനെ ഗ്ലിസൻഡ് എന്ന് പറഞ്ഞാൽ തിളങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ കോബ്രയുടെ ബ്ലഡ് ഇങ്ങനെ തിളങ്ങുന്നുണ്ടായിരുന്നു. കോബ്ര സ്ട്രക്ക് അഗെയിൻ ആൻഡ് മിസ്ഡ്. കോബ്ര വീണ്ടും കീരിയെ കൊത്തി, അത് മിസ്സായിപ്പോയി. അഗെയിൻ ദ മംഗൂസ് സ്പ്രാങ് അസൈഡ്, ജംപ്ഡ് ഇൻ ആൻഡ് ബിറ്റ്. വീണ്ടും കീരി അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് നീങ്ങി കോബ്രയെ കൊത്തിക്കൊണ്ടിരുന്നു. Again the birds drived at the snake, bumped into each other instead and returned shrieking to the safety of the cactus. മൈനയും കാക്ക എന്താണ്, ഓരോ കൊത്ത് കഴിയുമ്പോഴും ഇവർ പറന്ന് പാമ്പിൻ്റെ അടുത്തോട്ട് ചെല്ലും. അവർ അന്തരീക്ഷത്തിൽ വീണ്ടും ബംപ്ഡ് ഇൻ ടു ഈച്ച് അതർ, അവർ കൊളൈഡ് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടി തിരിച്ച് വീണ്ടും കാക്ടസിലോട്ട് തന്നെ വന്നിരുന്നു. The third round followed the same course as the first. തേർഡ് റൗണ്ടും ഇതേപോലെ തന്നെ സംഭവിച്ചു, ബട്ട് വിത്ത് വൺ ഡ്രമാറ്റിക് ഡിഫറൻസ്. പക്ഷേ ഒരു നാടകീയമായൊരു വ്യത്യാസം അവിടെ സംഭവിച്ചിരുന്നു. ദ ക്രോ ആൻഡ് ദ മൈന സ്റ്റിൽ ഡിറ്റർമിൻ ടു ടേക്ക് പാർട്ട് ഇൻ ദ പ്രൊസീഡിങ്സ്. കാക്കയും മൈനയും അപ്പോഴും അവരുടെ പ്രൊസീഡിങ്സിലൊക്കെ വീണ്ടും ടേക്ക് പാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു, ഡൈവ്ഡ് അറ്റ് ദ കോബ്ര, കോബ്രയുടെ അടുത്തോട്ട് പറന്നുപോയി. ബട്ട് ദിസ് ടൈം ദേ മിസ്ഡ് ഈച്ച് അതേഴ്സ് ആസ് വെൽ ആസ് ദെയർ മാർക്ക്. ദ മൈന ഫ്ലൂ അപ്പോൺ and reached its perch, but the crow tried to pull up in the mid-air and turned back. അവർ പരസ്പരം കൊളൈഡ് ചെയ്തില്ല, അവർ പരസ്പരം കൂട്ടിയിടിച്ചില്ല. പിന്നെയോ മൈന കുറച്ച് ദൂരം പോയിട്ട് തിരിച്ച് വന്നിട്ട് അവൻ്റെ പെർച്ച് എന്ന് പറഞ്ഞാൽ സുരക്ഷിത സ്ഥാനത്ത് തന്നെ ഇരുന്നു. കാക്ക കുറച്ച് ദൂരം പോയിട്ട് അപ്പം തന്നെ ഇങ്ങനെ പിന്നിലോട്ട് പിൻവലിഞ്ഞപ്പം അവനത് ഗ്രിപ്പ് കിട്ടിയില്ല. എന്നിട്ടോ എന്ത് സംഭവിച്ചു, ഇൻ ദ സെക്കൻഡ് ദാറ്റ് ഇറ്റ് ടുക്ക് ഹിം ടു ഡു ദിസ്, the cobra whipped his head back and struck with great force. Cobra whipped his head back, അതിൻ്റെ തല കൊണ്ട് ഇതിനെ അടിച്ചു. വിപ്പിഡ് എന്ന് പറഞ്ഞാൽ അടിച്ചു. എന്നിട്ടോ ഹിസ് സ്നൗട്ട് തഡിങ് അഗെയിൻസ്റ്റ് ദ ക്രോസ് ബോഡി, കോബ്രയുടെ വായയിൽ ക്രോൻ്റെ ബോഡിയാക്കി കാക്കയെ കടിച്ചു പിടിച്ചു. I saw the bird flung nearly 20 feet across the garden. ഞാൻ നോക്കുമ്പോൾ പിന്നെ എന്താ കാണുന്നത്, കാക്ക ഗാർഡൻ്റെ ഒരു 20 അടിയൊക്കെ ഇങ്ങനെ പറന്ന് പോയി. ഫ്ലങ് എന്ന് പറഞ്ഞാൽ പറന്ന് പോയി. എന്നിട്ട് ആഫ്റ്റർ ഫ്ലട്ടറിങ് അബൌട്ട് ഫോർ എ വൈൽ ഇറ്റ്സ് ലേ സ്റ്റിൽ. ഫ്ലട്ടറിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പെടയുക, നമ്മൾ ജീവനും കൊണ്ട് പെടയില്ലേ, അങ്ങനെ കുറച്ച് സമയമൊക്കെ പെടഞ്ഞിട്ട് ഇറ്റ് ലേ സ്റ്റിൽ എന്ന് പറഞ്ഞാൽ നിശബ്ദനായി കിടന്നു, അത് ചത്തുപോയി. അവരവിടെ കാഴ്ചക്കാരായിരുന്നിരുന്നെങ്കിൽ ഇതൊന്നും പറ്റില്ലായിരുന്നല്ലോ അല്ലേ. ദ മൈന റിമെയിൻഡ് ഓൺ ദ കാക്ടസ് പ്ലാന്റ്, വെരി വൈസ്ലി റിഫ്രെയിൻഡ് ഫ്രം ഇൻ്റർഫിയറിങ് അഗെയിൻ. ഇപ്പം നമ്മുടെ മൈനയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. മൈന പിന്നെ അവിടെ നിന്ന് എണീറ്റില്ല, അവിടെ തന്നെ ഇരുന്നു, അവരെ കൂടുതൽ ഇടപെടാനൊന്നും പോയില്ല. ദ കോബ്ര വാസ് വീക്കനിങ് ആൻഡ് ദ മംഗൂസ്, വാക്കിംഗ് ഫിയർലെസ്ലി അപ് ടു ഇറ്റ്, റേസ്ഡ് ഹിംസെൽഫ് ഓൺ ഹിസ് ഷോർട്ട് ലെഗ്സ് ആൻഡ് വിത്ത് ലൈറ്റ്നിങ് സ്നാപ്പ് ഹാഡ് ദ ബിഗ് സ്നേക്ക് ബൈ ദ സ്നൗട്ട്. ദ കോബ്ര വാസ് വീക്കനിങ്, മൂർഖനിങ്ങനെ ദുർബലനായിക്കൊണ്ടിരിക്കുകയാണ്. മംഗൂസാണെങ്കിലോ വാക്കിംഗ് ഫിയർലെസ്ലി അപ്പ്, അതിന് പേടിയേയില്ല. ഫിയർലെസ്ലി എന്ന് പറഞ്ഞാൽ പേടിയില്ല, പേടിയൊന്നും ഇല്ലാതെ അതിൻ്റെ ഷോർട്ട് ലെഗ്സിൽ ഇങ്ങനെ നിന്നിട്ട് വിത്ത് ലൈറ്റ്നിങ് സ്നാപ്പ് ഹാഡ് ദ ബിഗ് സ്നേക്ക് ബൈ ദ സ്നൗട്ട്, അതിൻ്റെ വായയ്ക്കുള്ളിൽ പാമ്പിനെ ആക്കി. സ്നൗട്ട് എന്ന് പറഞ്ഞാൽ മൗത്ത്, അനിമൽസിൻ്റെ മൗത്താണ്. The cobra writhed and lashed about in a frightening manner and even coiled itself about the mongoose, but all to no avail. കോബ്ര എന്ത് ചെയ്തു, വേദന കൊണ്ടിങ്ങനെ പുളഞ്ഞ്, റിത്തിടെന്ന് പറഞ്ഞ വേദന കൊണ്ട് പുളഞ്ഞ് മംഗൂസിൻ്റെ ചുറ്റും ഇങ്ങനെ ചുറ്റി വരിഞ്ഞെങ്കിലും രക്ഷയൊന്നും ഉണ്ടായില്ല, അത് വീക്കായിട്ടാണല്ലോ ഇരിക്കുന്നത്. അതിനുശേഷം the little fellow hung grimly on until the snake had ceased to struggle. കീരിയാണെങ്കിലോ അതിനെ തന്നെ മുറുകി പിടിച്ചോണ്ടേ നിന്നു. കോബ്രയ്ക്ക് അതിൻ്റെ ധൈര്യം മുഴുവനും ചോർന്നു പോകുന്നിടം വരെ, അത് ചാവുന്നതും വരെ അവിടെ മുറുകെ പിടിച്ചു നിന്നു. He then smelt along its quivering length.
ക്യുവറിങ് ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചത്തു കഴിഞ്ഞാലും ഈ പാമ്പൊക്കെ ഇങ്ങനെ പടഞ്ഞുകൊണ്ടിരിക്കില്ലേ, അതിൻ്റെ വാലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട്, അതിനാണ് ക്യുവറിങ് ലെങ്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ മുഴുവൻ ഉടനീളം കീരി ഇങ്ങനെ മണത്ത് നോക്കി, ശരിക്കും ഇത് ചത്തിട്ട് തന്നെയല്ലേ ഉള്ളതെന്നൊക്കെ. അതിനുശേഷം ഗ്രിപ്പിംഗ് ഇറ്റ് റൗണ്ട് ദ ഹുഡ്, അതിൻ്റെ പത്തിക്ക് ചുറ്റും ഇങ്ങനെ പിടിച്ചു. ഡ്രാഗ്ഡ് ഇറ്റ് ഇൻ ടു ദ ബുഷസ്, അതിനെ ബുഷിൻ്റെ അടുത്തോട്ട് വലിച്ചഴച്ച് കൊണ്ടുവന്നു. ഡ്രാഗ്ഡ് എന്ന് പറഞ്ഞാൽ വലിച്ചഴച്ച് കൊണ്ടുവന്നു. ദ മൈന ഡ്രോപ്പ്ഡ് കോഷ്യസ്ലി ടു ദ ഗ്രൗണ്ട്, ഇതൊക്കെ കണ്ടുകൊണ്ട് നിന്ന മൈന ഡ്രോപ്പ്ഡ് കോഷ്യസ്ലി, വളരെ ശ്രദ്ധയോടെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി. ഹോപ്പ്ഡ് അബൌട്ട്, പിയേർഡ് ഇൻ ടു ദ ബുഷസ് ഫ്രം എ സേഫ് ഡിസ്റ്റൻസ്, അവിടുന്ന് ചാടി ഇറങ്ങിയിട്ട് പിയേർഡ് എന്ന് പറഞ്ഞാൽ നോക്കി, ഒളിഞ്ഞു നോക്കി, ഒരു സേഫ് ഡിസ്റ്റൻസിൽ നിന്ന് അതിനെ ഇങ്ങനെ നോക്കി. എന്നിട്ട് ആൻഡ് ദെൻ വിത്ത് എ ഷ്രിൽ ഓഫ് ക്രൈ ഓഫ് കൺഗ്രാറ്റുലേഷൻ ഫ്ലൂ എവേ, അത് ആഹ്ലാദത്തോടെയുള്ളൊരു ശബ്ദം ഉണ്ടാക്കി. അവർക്കിപ്പോൾ കൺഗ്രാറ്റുലേഷൻ എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് തന്നെ കീരിയോട് അഭിനന്ദനങ്ങൾ അർഹിച്ചുകൊണ്ടൊരു ശബ്ദം ഉണ്ടാക്കി. അതിനുശേഷം അത് പറന്നുപോയി. When I had also made a cautious descent from the tree and returned to the house, I told grandfather of the fight I had seen. ഞാനും വളരെ ശ്രദ്ധാപൂർവം എൻ്റെ മരത്തിൽ നിന്ന് ഇറങ്ങി, എന്നിട്ട് ഗ്രാൻഡ് ഫാദറിനോട് പോയിട്ട് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞു. He was pleased that the mongoose had won. ഗ്രാൻഡ് ഫാദറിന് വളരെ ഹാപ്പിയായി. എന്തുകൊണ്ടാ? കീരി ജയിച്ചല്ലോ, പാമ്പ് തോറ്റുപോയല്ലോ, പാമ്പ് ചത്തുപോയല്ലോ, അതുകൊണ്ട്. He had encouraged it to live in the garden to keep away the snakes and fed it regularly with scraps from the kitchen. ഗ്രാൻഡ് ഫാദർ എന്നും കീരിക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുമായിരുന്നു. സ്ക്രേപ്സ് എന്ന് പറഞ്ഞാൽ അവശിഷ്ടങ്ങൾ, കിച്ചണിലുള്ള അവശിഷ്ടങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് കീരിയെ ഗാർഡനിൽ തന്നെ നിർത്താൻ ഗ്രാൻഡ് ഫാദർ ശ്രദ്ധിച്ചിരുന്നു. He had never tried taming it. ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഇണക്കുക, അത് ഒരിക്കലും അതിനെ ഇണക്കാനൊന്നും ഗ്രാൻഡ് ഫാദർ ശ്രമിച്ചിരുന്നില്ല. കാരണം എന്തായിരിക്കും? ബിക്കോസ് വൈൽഡ് മംഗൂസ് വാസ് മോർ യൂസ്ഫുൾ ദാൻ എ ഡൊമസ്റ്റിക്കേറ്റഡ് വൺ. കാട്ടിൽ ജീവിക്കുന്ന മങ്കി, കാട്ടിലുള്ള വന്യമൃഗമായിട്ടുള്ള കീരിയാണ് നമ്മൾ വീട്ടിൽ വളർത്തുന്ന കീരിയേക്കാളും നല്ലതെന്നാണ് ഗ്രാൻഡ് ഫാദർ വിശ്വസിച്ചിരുന്നത്. From the banyan tree, I often saw the mongoose patrolling the four corners of the garden, and once I saw him with an egg in his mouth and knew he had been in the poultry house. പിന്നീട് ഞാൻ പലതവണ ഗാർഡൻ്റെ നാലുപാടും മംഗൂസിനെ പട്രോളിങ് ചെയ്യുന്നത്, പരിശോധന നടത്തുന്നത് കണ്ടിട്ടുണ്ട്. ആൻഡ് വൺസ് എന്തുണ്ടായിരുന്നു അതിൻ്റെ വായിൽ? എഗ്ഗ് ഉണ്ടായിരുന്നു, കോഴിമുട്ട ഉണ്ടായിരുന്നു. അത് എനിക്ക് മനസ്സിലായി അവൻ പോൾട്രി ഫാം, കോഴിക്കൂട്ടിൽ നിന്നാണ് ആ മുട്ട കട്ടെടുത്തിട്ടാണ് വന്നതെന്ന് എനിക്കറിയായിരുന്നു. ബട്ട് ഹി ഹാഡൻറ്റ് ഹാംഡ് ദ ബേർഡ്സ്. പക്ഷെ അവൻ ആ കൂട്ടിലുള്ള പക്ഷികൾക്കൊന്നും ഒരു കേടും വരുത്തിയിട്ടില്ല. അവന് മുട്ട വേണമായിരുന്നു, മുട്ട എടുത്തിട്ട് വന്നു, അത്രമാത്രം. ആൻഡ് ഐ ന്യൂ ഗ്രാൻഡ് മദർ വുഡ് ഫോർഗീവ് ഹിം ഫോർ സ്റ്റീലിംഗ് ആസ് ലോങ് ആസ് ഹി കെപ്റ്റ് ദ സ്നേക്ക് അവേ ഫ്രം ദ ഹൗസ്. ആൻഡ് എനിക്കത് എന്തറിയായിരുന്നു? ഗ്രാൻഡ് മദർ മുട്ട എടുത്തതിന് അവനോട് ക്ഷമിക്കുമായിരിക്കും. കാരണം എന്താ? ഗാർഡനിൽ നിന്നും അവരുടെ ചുറ്റുവട്ടത്തു നിന്നുള്ള സ്നേക്സിനെയൊക്കെ ഓടിച്ചു വിടുന്നത് കീരിയാണല്ലോ, അതുകൊണ്ട് തന്നെ അവർക്ക് സന്തോഷമാവുമായിരിക്കും. The banyan tree was also the setting for what we were to call the strange case of the grey squirrel and the white rat. പിന്നീട് ആ ബനിയാൻ ട്രീ ഒരു ഗ്രേ സ്ക്വിറലിൻ്റെയും വൈറ്റ് റാറ്റിൻ്റെയും വെള്ള എലിയുടെയും കൂടെ ഒരു സംഭവത്തിന് വേദിയായി. അതെന്താണെന്ന് നോക്കാം. The white rat was grandfather's. ഒരു വെള്ള എലി ഉണ്ടായിരുന്നു, അത് ഗ്രാൻഡ് ഫാദറിൻ്റെ ആയിരുന്നു. He had bought it from the bazaar for 4 annas. 4 അണ കൊടുത്ത് ചന്തയിൽ നിന്ന് വാങ്ങിയതാണ് ഗ്രാൻഡ് ഫാദർ ആ വെള്ള എലിയെ. But I would often take it with me into the roots and branches of the old tree. ഞാൻ ചില സമയങ്ങളിലൊക്കെ ആ വൈറ്റ് എലിയേയും കൊണ്ട് ബനിയാൻ ട്രീയുടെ മുകളിൽ കൂടെയൊക്കെ പോവുമായിരുന്നു. ബനിയാൻ ട്രീ where it soon struck up a friendship with one of the squirrels. ഈ വൈറ്റ് റാറ്റ് എന്ത് ചെയ്തു? ബനിയാൻ ട്രീയുടെ മുകളിൽ നിന്ന് ഒരു സ്ക്വിറലുമായിട്ട് ചങ്ങാത്തം കൂടാൻ തുടങ്ങി. They would go off together on little excursions among the branches. അവർ ചില സമയത്തൊക്കെ ചെറിയ ചെറിയ യാത്രകളൊക്കെ പല പല കൊമ്പുകൾ കൂടെയൊക്കെ ഒരുമിച്ച് യാത്ര ചെയ്യാനൊക്കെ തുടങ്ങി. Then the squirrel started building a nest. പിന്നീടാണ് ആ സ്ക്വിറൽ ഒരു കൂട് തയ്യാറാക്കാൻ തുടങ്ങി. At first she tried building it in my pockets, and when I went indoors and changed my clothes, I would find straw and grass falling out. ആദ്യം അവൻ എവിടെയാണ് കൂടുണ്ടാക്കാൻ തുടങ്ങിയത്? എൻ്റെ പോക്കറ്റിൽ, ആ ബോയുടെ പോക്കറ്റിലായിരുന്നു. ഇവൻ ഉള്ളിൽ പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ നേരമാണ് പോക്കറ്റിൽ നിന്ന് ഗ്രാസും സ്ട്രോയും ഒക്കെ വീഴുന്നത് കാണാം. അങ്ങനെയാണ് ഇവൻ മനസ്സിലാക്കുന്നത്. Then one day grandmother's knitting was missing. പിന്നെ ഒരു ദിവസം
ഗ്രാൻഡ് മദറിൻ്റെ നിറ്റിംഗ് എന്ന് പറഞ്ഞാൽ തയ്യൽ സൂചി മിസ്സായിപ്പോയി. വി ഹണ്ടഡ് ഫോർ ഇറ്റ് എവ്രിവെയർ ബട്ട് വിത്തൗട്ട് സക്സസ്. ഞങ്ങളതിനെ കുറേ എല്ലായിടത്തും തിരഞ്ഞു നോക്കി, പക്ഷെ ഫലമൊന്നും ഉണ്ടായില്ല, അത് കണ്ടില്ല. പിന്നെയോ നെക്സ്റ്റ് ഡേ ഐ സോ സംതിങ് ഗ്ലിൻഡിങ് ഇൻ ദ ഹോൾ ഇൻ ദ ബനിയൻ ട്രീ. പിറ്റേ ദിവസം ബനിയൻ ട്രീയുടെ ഒരു ഹോളിൽ, ഒരു ഓട്ടയിൽ എന്തോ ഒരു സാധനം, ഗ്ലിൻഡിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിളക്കത്തോടെ നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. Going up to investigate, I saw that it was the end of grandmother's steel knitting. ഞാൻ സൂക്ഷ്മ പരിശോധന നടത്തിയപ്പോൾ, ഇൻവെസ്റ്റിഗേഷൻ നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്ത്, അത് ഗ്രാൻഡ് മദറിൻ്റെ തയ്യൽ സൂചിയുടെ അഗ്രയാണ് ഇങ്ങനെ തിളങ്ങി കാണിച്ചുകൊണ്ടിരുന്നത്. On looking further, I discovered that the hole was crammed with knitting. പിന്നെ ഞാൻ ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി ആ ഹോൾ മുഴുവൻ ഇങ്ങനെ തുന്നി ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്ന കൂടാക്കി വെച്ചിട്ടുണ്ട്. And amongst the wool were 3 baby squirrels, all of them white. അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടായിരുന്നു? 3 baby squirrels ഉണ്ടായിരുന്നു. 3 കുഞ്ഞണ്ണന്മാരുണ്ടായിരുന്നു. അവർ 3 എന്ത് കളറായിരുന്നു? വെള്ള കളറായിരുന്നു. Grandfather had never seen white squirrels before and we gazed at them in wonder. എൻ്റെ ഗ്രാൻഡ് ഫാദർ പോലും വൈറ്റ് സ്ക്വിറൽസിനെ ഇതുവരെ കണ്ടിട്ടില്ല. ആൻഡ് ഞങ്ങളതിനെ അമ്പരപ്പോടെ, അത്ഭുതത്തോടെ തുറച്ചു നോക്കാൻ തുടങ്ങി. വണ്ടർ എന്ന് പറഞ്ഞാൽ അത്ഭുതം, ഗെയ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സാധനത്തിനെ അത്ഭുതത്തോടെ നോക്കില്ലേ, തുറച്ചു നോക്കുക, അതിനാണ് ഗെയ്സ് എന്ന് പറയുക. വി വർ പസൽഡ് ഫോർ സം ടൈം. ഞങ്ങൾ കുറച്ചു നേരം അന്തം വിട്ടു നിന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ഗ്രേ സ്ക്വറൽ, അതിനെങ്ങനെ വൈറ്റ് സ്ക്വറൽ കുട്ടികൾ ഉണ്ടായി എന്നുള്ളത്. But when I mentioned the white rat's frequent visit to the tree, grandfather told me that the rat must be the father. പിന്നെ ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തു, വൈറ്റ് റാറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇതിലൂടെ ഇങ്ങനെ വിസിറ്റ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഗ്രാൻഡ് ഫാദർ ഉറപ്പിച്ചു പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റാറ്റ് തന്നെയായിരിക്കും ഈ സ്ക്വറൽസിൻ്റെ അച്ഛൻ. അവർ തീരുമാനിച്ചു. റാറ്റ്സ് ആൻഡ് സ്ക്വറൽസ് വർ റിലേറ്റഡ് ടു ഈച്ച് അതർ. റാറ്റ്സും സ്ക്വറൽസും എങ്ങനെ കുറേ കാര്യങ്ങളിൽ സാമ്യതയുണ്ട് പോലും. അപ്പോൾ he said, and so it was quite possible for them to have offspring. Offspring എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ. അതുകൊണ്ട് തന്നെ അവർക്ക് ആ സാമ്യത ഉള്ളതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാവാനും സാധ്യത ഏറെയാണ്. അതുകൊണ്ട് ആ വൈറ്റ് സ്ക്വറൽസ് ആരുടെ ആയിരിക്കും? അണ്ണാൻ്റെയും എലിയുടെയും ആയിരിക്കും. ഇൻ ദിസ് കേസ് വൈറ്റ് സ്ക്വറൽസ്. അതുകൊണ്ട് തന്നെ ഇൻ ദിസ് കേസ് അത് വൈറ്റ് സ്ക്വറൽസ്. അപ്പോൾ സമ്മർ വെക്കേഷൻ ഈ കുട്ടി ബനിയാൻ ട്രീയുടെ മുകളിലിരുന്നത് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി. 2 സ്ട്രേഞ്ച് കേസസ് ഉണ്ടായി. അത് ആ സമ്മർ വെക്കേഷൻ കഴിയോളം അവനെ നിലനിർത്താൻ കഴിവുള്ള അത്രയും ഓർമ്മകളാണ് ആ ബനിയാൻ ട്രീ സമ്മാനിച്ചത്. ഇതുപോലെ നിങ്ങൾക്കും ഉണ്ടാവില്ലേ കുറേ ഓർമ്മകളൊക്കെ? അതൊക്കെ ചിന്തിച്ച് നോക്കൂ. അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ ബൈ. താങ്ക് യു.